അമൽ, അതായത് സംസ്ഥാനത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ്. ഈ സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് ഒഴുകുകയാണ് ആളുകൾ അങ്ങോട്ട്. ഈ ഓണച്ചന്ത, സപ്ലൈകോ ഓണച്ചന്ത ആരംഭിച്ച അന്ന് മുതൽക്ക് ഈ ഒരു നിമിഷം വരെ നമുക്കറിയാം ആളുകൾ അത്രമാത്രം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത്രമാത്രം സർക്കാരിൻ്റെ ആ ഒരു കരുതൽ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സാധനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പൊതുവിപണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു. ഇതിലേറ്റവും താരം എന്ന് പറയുന്നത്, കിറ്റുകളിലെ താരം എന്ന് പറയുന്നത് എന്താണ്? വെളിച്ചെണ്ണയാണ്. എങ്ങനെയാണ് അമൽനാഥ് എറണാകുളത്ത് നിന്നുള്ള വിശേഷങ്ങൾ? ഭദ്ര, തീർച്ചയായും വലിയ വിലക്കുറവിൽ തന്നെ ഈ സപ്ലൈകോയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ആവശ്യ വസ്തുക്കൾ കിട്ടുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ സപ്ലൈകോയിലെ ഔട്ട്ലെറ്റുകളിൽ ഒപ്പം തന്നെ ഓണച്ചന്തകളിലൊക്കെ തന്നെയും വലിയ ഈ ഒരു ജനത്തിരക്കിന് കാരണം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും അത് വളരെ വ്യക്തമായി കാണാൻ വേണ്ടി സാധിക്കും. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഈ ഓണം ഫെയർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് നമുക്ക് ഇവിടെ ഈ ഔട്ട്ലെറ്റിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവശ്യമുള്ള വസ്തുക്കൾക്കൊക്കെ തന്നെയും ചെറിയ വിലയിൽ തന്നെ ലഭിക്കുന്നു അവർക്ക്. അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ചെറിയ വില കൊടുത്ത് അവർക്ക് ആവശ്യമായ വസ്തുക്കൾ വാങ്ങി നല്ല രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് ഇവിടെ എത്തുന്ന എല്ലാവരിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ വെളിച്ചെണ്ണയിലൊക്കെ വില തന്നെ, അതായത് വലിയ വിലക്കുറവ് തന്നെയാണ് വെളിച്ചെണ്ണയിലുള്ളത്. നമുക്ക് ഇവിടെ ഉള്ളവരിലേക്ക് തന്നെ പോകാം. ഇവിടെ ചേച്ചി സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ചേച്ചി എങ്ങനെയാണ്? വലിയ വിലക്കുറവ് തന്നെ? ഒരു കുഴപ്പമില്ല, നല്ല ഇതാണ്, നല്ല ഇടപെടലാണ്, നല്ല സാധനങ്ങൾക്കുള്ള നല്ല മിതമായ രീതിയിലുള്ള വിലക്കുറവാണ്. പച്ചക്കറി സ്റ്റോളാണെങ്കിലും അതുപോലെ തന്നെ അപ്പുറത്തെ എല്ലാം കൊണ്ടും എല്ലാം നല്ല ഒരു സംഭവമാണ്. ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്തവണ നല്ല രീതിയിൽ, അതായത് ചെറിയ കാശ് കൊടുത്ത് നല്ല ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഓണം ആഘോഷിക്കാൻ വേണ്ടി പെർഫെക്റ്റ് വിലക്കുറവാണ്, നല്ല വിലക്കുറവ്. മറ്റു സാധനങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? മറ്റു സാധനങ്ങൾക്ക് അത് തന്നെ. പരിപ്പിനൊക്കെ വെളിയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നല്ല വിലയാണ്. ഇവിടെ ഒന്ന് മേടിച്ചിട്ട് നല്ല വിലക്കുറവാണ്. അരിക്കാണെങ്കിലും 33 രൂപ വില വെച്ച് അരി 48 വെളിയിൽ. കുഴപ്പമില്ല. എന്തൊക്കെ വാങ്ങി? അരി വാങ്ങി, പഞ്ചസാര വാങ്ങി, പരിപ്പ് വാങ്ങി, പച്ചക്കറി വാങ്ങി. പിന്നെ അവരുടെ ഇടപെടലും സമീപനവും നമുക്ക് മേടിക്കാൻ തന്നെ തോന്നും. കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ചെറിയ പൈസക്ക് തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി സാധിക്കും. പച്ചക്കറിയാണ് വളരെ വിലക്കുറവാണ്. എല്ലാ കടകളെക്കാണ് വിലക്കുറവാണ്. ഞാൻ 2 പ്രാവശ്യം ഇവിടെ വന്ന് മേടിച്ചു. നല്ല ഒരാളാണ് ഇവിടെ ഇങ്ങനെ കൃഷി അസിസ്റ്റൻ്റ് നാസർ, കൊല്ലംകാരനാണ്. കുഴപ്പമില്ലാത്ത ഒരാളാണ്. ഇഷ്ടപ്പെട്ടു. അരിയുടെ അവിടെയാണെങ്കിലും തന്നെ നല്ല ഇതാണ്. ഓക്കെ, അപ്പോൾ ഹാപ്പി ഓണം. ഇപ്പോൾ ഈ ചേച്ചി പറഞ്ഞ പോലെ തന്നെ, അതായത് ചെറിയ തുകയ്ക്ക് തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഉള്ളവരുടെ ഇടപെടൽ, ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന അവരുടെ ഇടപെടൽ കൂടി എടുത്തു പറയേണ്ടതാണ്. അതാണ് ഇപ്പോൾ ചേച്ചി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തുന്ന എല്ലാവർക്കും സമയമെടുത്ത് പർച്ചേസ് ചെയ്യുവാനും അവരോട് നല്ല രീതിയിലുള്ള ഇടപെടലുമാണ് ഇവിടെ ഉള്ളവരുടെ ഭാഗത്തു നിന്നുമുള്ളത്. ഇപ്പോൾ ഒരു ചേട്ടൻ കൂടിയുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടെ വിലക്കുറവൊക്കെ ഉണ്ടോ? ഓണക്കാലത്ത് പ്രത്യേകമായിട്ട് സപ്ലൈകോ ഒരു സ്റ്റോളിങ് ഇട്ടിരിക്കുന്നത് അത് കസ്റ്റമേഴ്സിനോടുള്ള അവരുടെ കൺസേണാണ് കാണിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഫലങ്ങളുണ്ട്, നാടൻ പച്ചക്കറികളുണ്ട്, പിന്നെ യാതൊരു വിധത്തിലും കളങ്കമേശാത്ത ഏത്തക്കൊലയുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. എല്ലാം ഭംഗിയായിട്ട് ഒരു കുടക്കീഴിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് എല്ലാവരും ഓണത്തെ അത്യധികം വരവേൽക്കാനും മാവേലിമന്നനെ ഭംഗിയായിട്ട് സ്വീകരിക്കാനും ഉടങ്ങുന്ന ഇന്നത്തെ ദിവസത്തിൽ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് ഒരു പുതിയ അനുഭൂതി പുതിയ ഈ സ്റ്റോളിൽ നിന്ന് ലഭിക്കുന്നു. അമൽനാഥാണ് കൊച്ചിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ എല്ലാ കസ്റ്റമേഴ്സും ഹാപ്പിയാണ്, സപ്ലൈകോയിൽ എത്തുന്ന എല്ലാ കസ്റ്റമേഴ്സും ഹാപ്പിയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.